ഹായ്, ഞാനിപ്പോൾ തേനിക്ക് പോവാണ്. തേനി ഞങ്ങൾ രണ്ടുപേരുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 40-50 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു സിറ്റിയാണ്. രാമക്കൽമേട് പോകാൻ വേണ്ടിയിട്ട് സ്ട്രേറ്റ് അങ്ങോട്ടാണ് കേട്ടോ. ഇപ്പം നേരെ കമ്പംമെട്ട് ആ റൂട്ടിലേക്കാണ് പോകുന്ന വണ്ടി. ഇവിടുന്ന് കമ്പംമെട്ട് റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. ആരാ? പുഷ്പന്റെ ഷിൻഡോജാറിന്റെ. ഞങ്ങൾക്ക് പിന്നെ ഇവിടുന്നുള്ള ഓരോ വീടുകളൊക്കെ അറിയാം കേട്ടോ. എല്ലാവരുടെയും വീടുകൾ, ആളുകളെ എല്ലാം അറിയാൻ പറ്റും. പൊതുവെ അങ്ങനത്തെ ഒരു ഏറിയാണ്. ഈ വീട് അറിയത്തില്ല, ആ വീടറിയാം. വണ്ടി ഇന്നലെ ഓടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു ചടപടാന്നൊരു ഒച്ച ഉണ്ടായിരുന്നു. പതിയെ പോകുമ്പോഴത്തേക്ക് ഒച്ചയില്ലാത്ത വരുന്നത് അല്ലേ? അങ്ങനൊരു പ്രശ്നമുണ്ട്. 16-17 മോഡല് 20 മോഡലൊക്കെ വണ്ടികൾ ഓടിക്കുമ്പം ഒച്ചയും ബഹളമൊക്കെ വരും. ചെറിയ സസ്പെൻഷൻ്റെയും അതേപോലെ ചെറിയ എന്തെങ്കിലും ഒച്ച വരുമ്പം നമ്മൾ പാട്ടിട്ടാൽ മതി. പാട്ടിട്ട് ആ ഒച്ച പോകും. ആ ഒച്ച മാറ്റാൻ വേണ്ടി ഷോറൂമിൽ പോയാൽ ഷോറൂമിൽ അവർക്കത് പണിത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കും അറിയത്തില്ല എന്തൊക്കെയാ പ്രശ്നങ്ങളൊന്നും. അങ്ങനെ പറയാൻ കാരണം കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചേട്ടനാണ്. മറ്റേ മെമ്പർ കുഞ്ഞുമോൻ പുള്ളി ജയിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം റാപ്പിഡിന് ചെറിയ പണിയൊക്കെ വന്നിട്ട് അതൊന്ന് പണിയാൻ വേണ്ടി കയറ്റി. അത് പണിയാൻ വേണ്ടി കയറ്റി വെച്ച് 18,000 സംതിങ് രൂപ, 19 രൂപയായി മൊത്തം കൂടെ. 19 രൂപയ്ക്ക് പണിതിട്ടും എല്ലാ സാധനവും ഒരുമാതിരിപ്പെട്ട എല്ലാം മാറിയിട്ടും വണ്ടി ക്ലിയർ ആയില്ല. കാരണം എന്താണ്, അവർക്കൊന്നും പണി അറിയത്തില്ല. വർക്ക്ഷോപ്പുകാർക്കും അറിയാൻ ചില കാര്യങ്ങൾ എന്തൊക്കെ മാറണമെന്ന് അറിയത്തില്ല. അത് കാരണം വർക്ക്ഷോപ്പിന്റെ പേരൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ സ്ഥലമുണ്ട്. ഇതാണ് തൈക്കാമ്പ് എന്ന് പറയുന്ന സിറ്റി. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ടോ? ഇല്ല, കുറെ നാളായിട്ട് അവനെ കാണുന്നുമില്ല ഷിനാജിനെ. ഇതാണ് ഇവിടുത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇതൊരു അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിന്റെ അവിടെ എന്നും ആ ചേച്ചി ലോട്ടറി വിൽക്കും. എപ്പോഴും കാണുന്നതാണ്. ഒന്നും കണ്ടിട്ടില്ല. നല്ല തിരക്കായിരിക്കും. ഞാൻ നോക്കട്ടെ, പിന്നെ നോക്കിക്കോളാം. അപ്പൊ ട്രാവല് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മള് രാമക്കൽമേടിന്റെ ഒരു സൈഡുണ്ട്. ഒരു സൈഡിൽ കാറ്റാടിപ്പാടം എന്ന് പറയുന്ന വേറൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ ബാക്ക് സൈഡിലൂടെ ആയിട്ടാണ് ഈ കമ്പംമെട്ട് റോഡ് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മളീ പോകുന്ന വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ കാറ്റാടി കാണാൻ പറ്റും. വ്യൂ പോയിന്റ് ആണ് കാറ്റാടി വ്യൂ പോയിന്റ്. അത് പക്ഷെ വേറെ വഴിക്കാണ് പോകേണ്ടത്. പക്ഷെ ഇതിലെ നമുക്ക് കാണാൻ പറ്റും, ഈ പോകുന്ന റൂട്ടിൽ കാണാൻ പറ്റും. അപ്പച്ചേട്ടൻ്റെ മോനൊക്കെ ഭയങ്കര കമ്പനിയാണ്. പണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം കയറിയ സ്ഥലം കേട്ടോ. ഇത് തോടാണ്, ഇതിൽ ആറാണ് പോകുന്നത്. ഇവിടെയാണ് മറ്റേ ഒരു വണ്ടി ഒഴുകി വന്ന് കിടന്നത്. ഒരു ട്രാവലർ ഒഴുകി വന്നിട്ട് ഇടുക്കിയിൽ കൂട്ടാർ പാലത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് ഒരു ട്രാവലർ ഒഴുകി വന്നിട്ട് എവിടെയാണ് കിടന്നത്, ഈ തൊട്ടപ്പുറത്ത്. പിന്നെ ഇവിടെ വരെ വന്നു. ആ പാലത്തിൻ്റെ അവിടെ കാണിച്ചു തരാം. ആ വണ്ടി അവിടെ കിടപ്പുണ്ട്. വണ്ടി പുള്ളി കൂട്ടുകാരന്മാരെല്ലാം കൂടെ കൂടിയിട്ട് എന്തോ ഒരു പിരിവൊക്കെ നടത്തി അവനൊരു വണ്ടി വേറെ മേടിച്ചു കൊടുത്തെന്നൊക്കെയാ പറയുന്നത്.
ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. ഈ ഇവിടെ നിന്നാല് കാറ്റാടി, എവിടെയാ കാറ്റാടി കാണുന്നു? ആ കണ്ടോ, അവിടെ കുറെ കാറ്റാടി ഉണ്ടോ? അതാണ് കാറ്റാടിപ്പാടം എന്ന് പറയും, വ്യൂ പോയിന്റ് കാറ്റാടിപ്പാടം. കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ സ്ഥലങ്ങള് ഈ നമ്മുടെ കാണാനായിട്ടുള്ള രീതിയിൽ നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഇടുക്കി പൊതുവെ പറയുകയാണെങ്കിൽ. ഇത് യാർഡാണോ? ഈ പാലത്തിന്റെ അവിടെയാണ് വന്നിട്ട് ആ വണ്ടി കടന്നത്. ലിമിറ്റ് ഒക്കെ കൂടിയോ? ഈ പാലത്തിന്റെ ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ആ വണ്ടി അവിടെയാണ് വണ്ടി. പോട്ടെ, അങ്ങോട്ട് കയറട്ടെ. ആ പച്ച നെറ്റിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് ആ ഒഴുകി വന്ന വണ്ടിയാണ് അല്ലേ? ഇതുവരെ അതിൻ്റെ ഒന്നും മാറ്റിയിട്ടില്ല, ഇതേ കിടക്കുന്നു. ഈ വണ്ടിയാണ്, ആ ട്രാവലറാണ് ഈ കിടക്കുന്നത്. എന്താ അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് കമ്പംമെട്ടാണ്. കമ്പംമെട്ട് ഇതിപ്പോൾ കൂട്ടാറെന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയാണ്. കൂട്ടാറിൻ്റെ മേളിൽ ഏകദേശം ഒരു 4 കിലോമീറ്ററിൽ കമ്പംമെട്ടാണ്. കൂട്ടാറ് പണ്ട് തൊട്ടേ ഇതൊരു ചെറിയ സിറ്റിയാണ്. ഇപ്പോഴും ഡെവലപ്പൊന്നും അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതാ ഈ പാലമാണ് പോയത്, ബാങ്കിന്റെ പാലം. അങ്ങനെ ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ആ വണ്ടി ഒലിച്ചു പോയപ്പോഴത്തേക്കാണ് കൂട്ടാറിന് പേരെടുക്കാൻ പറ്റിയത്. കൂട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെ ഒരു പേരെടുക്കാൻ പറ്റിയത്. ബോർഡിൽ കണ്ട കമ്പം രാമക്കൽമേട് ഒരു തടിയനാണ്. അപ്പോൾ ഇപ്പോ കമ്പംമെട്ട് ഏകദേശം അടുക്കാറായി. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ഒരു ഫേമസ് ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇടുക്കി ജില്ലയിൽ 3 ചെക്ക് പോസ്റ്റ് ആണ് മെയിനായിട്ട് വരുന്നത്, അതിർത്തി സ്ഥലങ്ങളിലേക്ക് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒന്ന് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ്, ഒന്ന് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ്, ഒന്ന് കുമളി ചെക്ക് പോസ്റ്റ്. അങ്ങനെ 3 ചെക്ക് പോസ്റ്റാണ് ഉള്ളത് കേട്ടോ. കുമളി ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ തേക്കടി ടൂറിസം ഏരിയ, രാമക്കൽമേട് അതുപോലെ മുന്തിരിപ്പാട് ഏരിയയാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വരുന്നത്. പിന്നെ ബോഡിമെട്ട് മൂന്നാറ് പൂപ്പാറ ഗ്യാപ്പ് റോഡ്, ഇതങ്ങനെ 3 രീതിയിൽ വരുന്ന ടൂറിസം ഏരിയ ബന്ധിപ്പിക്കുന്ന ചെക്ക് പോസ്റ്റുകളാണ് കേട്ടോ. പോരാതെ ആർക്കും അറിയാത്തൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ, അഞ്ചുരുളി വാട്ടർഫോൾസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അഞ്ചുരുളി അല്ല, ചുരുളി വാട്ടർഫോൾസ്. അഞ്ചുരുളി നമ്മുടെ 20 ഏക്കറാണ്. പിന്നെ മേഘമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മേഘമല നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടൂറിസമാണ് മേഘമല. നേരെ ഇപ്പൊ ചെല്ലുന്നത് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലേക്കാട്ടോ വണ്ടി പോകുന്നത്. ചിലരാണെങ്കിൽ വാശി
ഇവിടെ ക്യാമറ ഉണ്ട്. ഇതൊരു ക്യാമറ ഉണ്ട് കേട്ടോ ഇവിടെ. ലൈറ്റ് ഉണ്ട്. ഉണ്ടോ ക്യാമറ, ലൈറ്റ് എല്ലാം സെറ്റപ്പ്. ഇതിപ്പോ നേരെ നമ്മുടെ കുമളിക്ക് പോകുന്നത് നേരെ കട്ടപ്പന. ഇതിപ്പോ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി, വണ്ടി ചെക്ക് പോസ്റ്റ് കയറി. KL 52 എങ്ങോട്ടാണ്? KL 52 വണ്ടി അറിയാവുന്നവരുണ്ട് പറഞ്ഞു കേട്ടോ. KL 52 പട്ടാമ്പി ഉണ്ടോ? ഈ വണ്ടിക്കാരെ ആരെങ്കിലും എന്റെ ഫോളോയിങ്ങിലുണ്ടെങ്കിൽ നോക്കൂ. പട്ടാമ്പി എന്നുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അവര് നേരെ പോകുന്നത് ഞാൻ പറയാം, ഒന്നെങ്കിൽ നമ്മുടെ കൊടൈക്കനാല്, ഇല്ലെങ്കിൽ നമ്മുടെ മുന്തിരിപ്പാടം താഴെ. ഈ റോഡ് ഇപ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ പണിയാൻ സാധ്യതയുണ്ട്. ഈ റോഡ് 10-15 ദിവസത്തിനുള്ളിൽ പണിയാൻ കാരണം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാവുന്നത്, നമുക്ക് കോറി മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഓടുന്നുണ്ട്. വണ്ടി കയറി വരത്തില്ല. അപ്പോൾ അവർ ഓൾറെഡി പറയുന്നുണ്ട് അഞ്ചാനിക്കൽ തിരുവത്ത് ഗ്രൂപ്പ്. ഇവനെന്നെ ഇത്രയും കയറി വരുന്നത്? ഇവർക്ക് മാത്രം പോയാൽ മതി. അമ്മമാരതല്ലേ ഓണടിക്കുന്നത്. നമ്മളെ വണ്ടി നമ്മളെ ഓണടിച്ചിട്ട് വെറുതെ ചെറിയ കണ്ട. ഒന്നാമത്തെ കാര്യം നമ്മുടെ വണ്ടി TN മലയാളികൾക്ക് കാണുമ്പോഴത്തേക്കൊരു, അവര് പൊതുവെ പറയുന്നത് തെറ്റൊന്നുമില്ല. മലയാളികൾക്ക് TN വണ്ടി കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട്. TN വണ്ടി KL വണ്ടി കാണുമ്പോൾ തമിഴ്നാട്ടിലും ഒരു ചൊറിച്ചിലുണ്ട്. അത് സ്വാഭാവികമുള്ളതാണെന്ന് തോന്നുന്നു. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഓട്ടോറിക്ഷക്കാരായിരിക്കും ചിലപ്പോൾ തെറി വിളിക്കും നിർത്തിയിട്ട്. കേരളത്തിലാ TN വണ്ടി കണ്ടാ? വണ്ടിയിൽ നമ്മളിപ്പോ എറണാകുളമൊക്കെ പോയി കഴിയുമ്പോഴേ TN വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർക്കും ഇതുണ്ട്. പിന്നെ അമ്മമാർക്ക് രാവും ഇല്ല പകലും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടാ പോണ്ടേന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ 57 കൊടുവള്ളിയാ, കാലിക്കട്ട്. ഇത് അറിയത്തില്ല, GST നമ്പർ അതൊന്നും. ആ നമ്പർ അവിടെ എഴുതി വെച്ചേക്കുന്നില്ല. പുതിയ വണ്ടിയാണുള്ള വേണ്ടി ഇതാണ്. കണ്ട പഴയ വണ്ടി പോലെ ചെമ്മനാട് ഇത്രയും ഓടി വന്നേക്കുന്നുണ്ടായിരിക്കും, പഴയ വണ്ടി പോലെ തോന്നുന്നത്. അപ്പൊ പട്ടാമ്പിയാണത്? കാലിക്കറ്റ് മലപ്പുറത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി അറിയാവുന്നവരുണ്ടെങ്കിൽ പറയട്ടെ. 6 വണ്ടിയാണ് KL 57. വേണ്ട, ഇത് നീ നമ്പരൊന്നും ഞാൻ പറയുന്നില്ല. ഇനി വല്ല ഇൻഷുറൻസും ഇല്ലെങ്കിൽ അതിന് പണി കിട്ടട്ട. പാവപ്പെട്ടവനൊക്കെ എങ്ങനെയും ജീവിക്കാൻ വേണ്ടിട്ട് ഓടുക. നമ്പരൊന്നും ഞാൻ കാണിക്കത്തില്ല. വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കട്ടെ. ആകെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ. ഇത് ഈ വണ്ടി കൊണ്ടൊന്നും മുതലാവത്തില്ല. ഇതെല്ലാം ഞങ്ങൾ കൈ തൊട്ട് നിർത്തിയ പരിപാടിയാണ്. കൈ തൊട്ട് കൈ പൊള്ളി വെച്ച് ഇറങ്ങി വെച്ച ഫീൽഡുകളാണ് പാവങ്ങള്. പിന്നെ ആഡംബരത്തിന് തലയെടുപ്പുണ്ട്, കാര്യം ശരിയാ. തലയെടുപ്പുണ്ട്, കുടുംബത്തിലൊക്കെ നല്ലതാണ്. ഒരു ആനയുള്ള പോലൊക്കെ പറയും. അഞ്ചാനിക്കില്ല അത്രേ ഉള്ളൂ. പക്ഷെ ഇതും കൊണ്ടൊന്നും നേട്ടമില്ല. വെറുതെ ഓടി ഡീസല് പമ്പിൽ കൊടുത്ത് ഓടിക്കാന്നുള്ള. ഡീസൽ അടിക്കുക, ഈ വണ്ടി ടയർ കമ്പനികൾ അല്ല. അത് മാത്രമല്ല, വേറെയുണ്ട് ഇതിൻ്റെ അകത്ത്. ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, വണ്ടി സ്വന്തമായിട്ടുള്ള ഡ്രൈവറാണെങ്കിൽ അവന് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഡീസല് പമ്പിൽ പൈസ കൊടുക്കാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. അതെ, വലിയ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പിന്നെ ഈ ഭാരത് ബെൻസ് പോലുള്ള ഈ കയറി പോകുന്ന ലോറിയൊക്കെ ഇല്ലേ, ഈ ലോറിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പിന് സുഖമായിട്ട് പോകുന്നവര് നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റും. ഇതിന് ഉറങ്ങാൻ പറ്റില്ല, ടയർ പൊട്ടലും പ്രശ്നങ്ങളാണ് നമ്മളായിട്ട്. അത് കാരണം ഡേഞ്ചറാണ്. ഇപ്പൊ നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് കമ്പം. ഒരു ചെറിയ സെറ്റപ്പിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഈ വളവൊക്കെ തിരുമ്പോൾ കമ്പം കാണാൻ പറ്റും. താക്കമാണോ എൻ്റെ
സെന്റ് തോമസ് ഇതങ്ങോട്ടാ? ഇവിടെ ഒരു അമ്പലം വന്നിട്ടുണ്ട്. എങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഒരു അമ്പലം കേട്ടോ. പിന്നെ ഈ കുരങ്ങന്മാര് ഇഷ്ടം പോലെ ഇവിടെ. നമ്മുടെ സത്യം പറഞ്ഞ വണ്ടിക്കാര് നമ്മൾ വണ്ടി നഷ്ടമാണെങ്കിലും നമ്മളെ കുറയുന്ന വണ്ടിക്കാര് ഏകദേശം ഒരു ദിവസം 10 ലോഡ് ഇതിലെ കയറിപ്പോകുന്നുണ്ട്. ഞങ്ങളുടെ കോറിയിൽ നിന്ന് തന്നെ ഒരു 10 ലോഡ് വില പോകും ഇതിലെ കയറി വരുന്നുണ്ട്. ഒരു ദിവസം 10 ലോഡ് കയറി വരുന്നുണ്ട്. നഷ്ടമാണെന്നൊക്കെ പറയും ഇവന്മാര്. നഷ്ടമാണ് പൊതുവെ, ലോറി ഫീൽഡ് നഷ്ടമാണ്, ഒന്നും പറയാനില്ല. വലിയ ചുമട് തന്നെയാണ്, എടുത്തു കഴിഞ്ഞാൽ മുഴയ്ക്കുന്നൊരു സംഭവമാണ്. CC ഇട്ടെടുക്കുന്നവരുണ്ടെങ്കിൽ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ നടുവൊടിഞ്ഞ് ചിലപ്പോൾ വണ്ടിയുടെ സീറ്റിൽ തന്നെ ഇരുന്നു. അതുപോലെ ബുദ്ധിമുട്ടാണ്. CC 25 ലക്ഷം രൂപ CC ഇടും പാവങ്ങള്. 25 ഇപ്പൊ വരുന്ന പുതിയ വണ്ടിക്കൊക്കെ ഫുൾ ഫിനാൻസ് എന്ന് പറഞ്ഞ് കൊടുക്കും. 160 അടവ് വരും. 60 അടവ് ഈസി ആയിട്ട് അടയ്ക്കാന്ന് വിചാരിച്ചെടുക്കും. അല്ല ഇപ്പൊ വേറെ കുഴപ്പമുണ്ട്. ഈ ഏജന്റുമാര് ആദ്യമേ CC ഇടാൻ നേരമൊക്കെ ഭയങ്കര ഷോപ്പിങ് വന്നിട്ട് ഒപ്പിട്ടിട്ടൊക്കെ പോകുന്നത്. ചേട്ടാ നിങ്ങൾക്ക് അത്രയും പൈസ ക്രെഡിറ്റ് ആക്കി തരാം, മറ്റേതാക്കി തരാം, മറിച്ചതാക്കി തരാം. 2 CC പെൻഡിങ് ആയി അവൻ വിളിക്കുന്ന ഭാഷ വേറെ ആയിരിക്കും. അത് കാരണം CC ചോളയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല്, ചോളയില് പറയുകയാണെങ്കിൽ എനിക്ക് ചോളയിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചോളയില് എനിക്ക് അതുപോലെ ബന്ധങ്ങളാണ്. അവന്മാർക്ക് എന്നും എൻ്റെ വീട്ടിൽ വരാനോ നേരം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പ്രശ്നമായിപ്പോയി മൊത്തത്തിൽ ഒരു ഒറ്റ വണ്ടി കാരണം. അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ചോളക്കാര് ഒരു വണ്ടി ഇൻഡസെന്റ് വാങ്ങിക്കാര് പിന്നെ അവര് ഒന്നും പറയണ്ട, സ്റ്റാൻഡേർഡ് ഉണ്ട്. അവര് നല്ലൊരു പണി തന്നു. പിന്നെ ഈരാറ്റുപേട്ടക്കാരെ എനിക്ക് അതിനും വലിയൊരു പണി തന്നു. ഈരാറ്റുപേട്ടക്കാരെ പണിതത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വണ്ടി എടുക്കുന്നവര് ശ്രദ്ധിക്കുക. കാരണം നല്ലവരുണ്ട്, എന്നാലും നല്ലവര് ചമഞ്ഞു നടക്കുന്ന കുറെ അവന്മാർ അവിടെ ഉണ്ട്. അവന്മാര് പൈസ പോക്കറ്റിൽ പൈസ മാത്രം നോക്കുള്ളൂ, മനസ്സ് നോക്കുകയില്ല. അങ്ങനത്തെ കുറെ അവന്മാരുണ്ട് ഈരാറ്റുപേട്ടയില്. അപ്പൊ അങ്ങനെ 2-3 അവന്മാര് എനിക്കിട്ട് പണിത് എന്നെ എന്റെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത രീതിയിൽ ചെക്ക് കേസും കൊടുത്ത് എന്നെ കോടതിയിൽ ഇന്നേ വരെ ഞാൻ കേറിയിട്ടില്ലാത്ത എന്നെ കോടതി കയറ്റിച്ച് നാറികള്. ഞാൻ പറയുമ്പോഴത്തേക്ക് വിഷമമുണ്ട്. അവന്മാര് കേൾക്കാനാണെങ്കിൽ ഇതിൽ കൂടുതൽ പറയണം. അവന്മാര് സെപ്പറേറ്റ് അവന്മാര് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോണിലൂടെ ഒരുപാട് പറഞ്ഞു. ഇതെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും സൂക്ഷിക്കുക. ഈരാറ്റുപേട്ടയിൽ നിന്ന് നിങ്ങൾ ഒരു വണ്ടി എടുക്കല്ലേ. ഇഞ്ചൻ വേണമെങ്കിൽ അവന്മാര് 800-ന്റെ ഇഞ്ചന് ഭാരത് ബെൻസെ കയറ്റി വെച്ച് കളയും. അങ്ങനത്തെ അവന്മാരാണ്. പിന്നെ എനിക്ക് വണ്ടി തന്ന നല്ല ഫേമസ് പേര് കേട്ട കുടുംബം തറവാടി, അവന്റെ വീടിന്റെ മുറ്റത്ത് 10-40 വണ്ടികൾ അടുപ്പിച്ചിടാൻ പറ്റുന്നവൻ. അവൻ കാണിച്ച തെണ്ടിത്തരം എന്ന് പറഞ്ഞാല്, അവൻ 10 ടയറുള്ള വണ്ടി എനിക്ക് തന്നത് 9 ടയർ പാച്ച് ടയർ. അതും വണ്ടിക്ക് വില തന്നത് 23.5 ലക്ഷം രൂപ വണ്ടിക്ക് വിലയിട്ടു. ആ വണ്ടി ഇവിടെ എടുത്തോണ്ട് വന്നത് ഗോവയ്ക്ക് പോയി വണ്ടി മറിഞ്ഞു. അവനോട് ഞാൻ കിളിക്ക് ബുദ്ധി വെക്കുന്ന പോലെ ഞാൻ അവന്റെ വീട്ടിൽ ഇരുന്ന് എഗ്രിമെന്റ് ചെയ്യാൻ നേരം ഞാൻ ചോദിച്ചതാ, ഇത് ഒരു 10-30,000 കിലോമീറ്റർ ഓടുവോ? പിന്നെ ധൈര്യമായിട്ട് ഓടിക്കോളാൻ പറഞ്ഞു. 3ാമത്തെ ഓട്ടത്തിൽ ഗോവയിൽ പോയി വണ്ടി മറിഞ്ഞ് ടയർ പൊട്ടി. അന്ന് ഞാൻ സംശയം കാരണം എല്ലാ ടയറും ഊരി നോക്കിയപ്പോഴത്തേക്ക് അറിയുന്നത് ഇത് 9 ടയറും പാച്ച് ടയർ. ഒരു ടയറിന് 31,000 രൂപ വില. ഞാൻ 23.5 ലക്ഷം രൂപ കൊടുത്തെടുത്ത വണ്ടി. 2.5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. സത്യം പറഞ്ഞ 2 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ആ 2 ലക്ഷം രൂപയ്ക്ക് അവന്മാര് ചെക്ക് കേസ് കൊടുത്തു. അങ്ങനെ അവന്മാരുടെ കാലെ കയ്യെ വേണ്ടി ഈ വണ്ടി തിരിച്ചെടുക്കാവോ, ഞാൻ 9 ടയറും പുതിയതിട്ട് തരാന്ന് പറഞ്ഞിട്ട് അവന്മാര് വേണ്ടെന്ന് പറഞ്ഞു. വേറൊരു കോമഡി ഉണ്ട്. ആ വണ്ടി എടുത്തോണ്ട് പോയാൽ ഞാൻ 3ാമത്തെ ഓണറിൽ എടുത്ത വണ്ടി 10 ഓണറായി ഇപ്പം 1.5 വർഷത്തിനുള്ളിൽ. എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. നീയുണ്ട് എന്റെ കഥകൾ കുറെ വരുന്നുണ്ട്. ഞാൻ ഈ ഈരാറ്റുപേട്ടക്കാരെ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് എന്റെ മനസ്സിൽ കിടന്ന കാര്യം പറഞ്ഞു. ഇനിയും ഞാൻ പറയാനുണ്ട്. ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം കേട്ടോ.